ഹായ് എവ്രിവൺ, എല്ലാവർക്കും PSC MCQ സോണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകോർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ എന്ന ഭാഗത്ത് നിന്നുള്ള PSC PYQs ആണ്. നമുക്ക് ഓരോ PYQയിലൂടെയും കടന്നു പോവാം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം ആൻസേഴ്സിലേക്ക് പോവുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? 1. കുളച്ചിൽ യുദ്ധം, 2. കുണ്ടറ വിളംബരം, 3. ആറ്റിങ്ങൽ കലാപം, 4. ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇത് ക്രോണോളജിക്കലി ഓർഡർ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിന്റെ ആൻസേഴ്സ് നോക്കുക. നിങ്ങൾ നോക്കിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ പോസ് ചെയ്ത് വെച്ച് നോക്കുക. നോക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ആൻസേഴ്സിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 ആറ്റിങ്ങൽ കലാപം, 1 കുളച്ചൽ യുദ്ധം, 4 ശ്രീരംഗപട്ടണം ഉടമ്പടി, 2 കുണ്ടറ വിളംബരം. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിലിലാണ്. കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1792 മാർച്ച് 18-നാണ്. കുണ്ടറ വിളംബരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. 1809 ജനുവരി 11. 1809 ജനുവരി 11. ഈ 4 ഡേറ്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഇയർ, വർഷമെങ്കിലും ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. മൃഗബലി നിരോധിച്ചു. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. റാണി സേതുലക്ഷ്മിബായിയുടെ റിഫോംസ് ആണ് ചോദിക്കുന്നത്. ഇത് കുറച്ചൊന്ന് ടഫർ സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രൈ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 മൃഗബലി നിരോധിച്ചു, 1 ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, 4 പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു, 2 തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങൾ പ്രകാശപൂരിതമായി. ഇതിന്റെ ഇയേഴ്സും കൂടി ഒന്ന് നമുക്ക് നോക്കിപ്പോവാം. മൃഗബലി നിരോധിക്കുന്നത് 1925-ലാണ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നത് 1926. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിക്കുന്നത് 1928. തിരുവനന്തപുരം നഗരം ഇലക്ട്രിഫൈ ചെയ്യുന്നത് 1929-ലാണ്, 1929. വളരെ കുറച്ചു കാലം മാത്രം റീജന്റ് ആയിട്ട് ഭരിച്ച റാണിയാണ് സേതുലക്ഷ്മിബായി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1936-ലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്? ക്വസ്റ്റ്യനിൽ ഇത്തിരി മിസ്റ്റേക്ക് ഉണ്ട്. തിരുവിതാംകൂറിലെ ഏത് മഹാരാജാവാണ് എന്നാണ് ചോദിക്കേണ്ടത്. ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ഡി രാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് ആരാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ എ ചിത്തിര തിരുനാളാണ് ഉത്തരം. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവായും നമ്മൾ അദ്ദേഹത്തെ കണക്കാക്കുന്നു. ഒരുപാട് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഭൂപണയ ബാങ്ക് സ്ഥാപിക്കുന്നു. അതുപോലെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ PSC സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ. ഇത് വളരെ വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കുളച്ചൽ യുദ്ധവും മാർത്താണ്ഡവർമ്മയും ഏത് ശക്തിയാണ് ഡിഫീറ്റ് ചെയ്തതെന്നും പിന്നെ ഒരു ക്യാപ്റ്റന്റെ പേരും കൂടി വരുന്നുണ്ട്. ആ ക്യാപ്റ്റനെ നമുക്ക് ഡീൽ ചെയ്യാം. ആൻസറിലേക്ക് പോട്ടെ. ആൻസർ ഓപ്ഷൻ സി ഡച്ചുകാരാണ്. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ക്യാപ്റ്റൻ ഡിലനോയ് ആണ്.
അപ്പം ഇദ്ദേഹം പിന്നീട് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായി മാറി. വലിയ കപ്പിത്താൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്നത്തെ ഉദയഗിരി കോട്ടയിലാണ് ഇദ്ദേഹത്തിന്റെ ബെറിയൽ ഉള്ളത്. അപ്പൊ ക്യാപ്റ്റൻ ഡിലനോയ്, ഇതാണ് അദ്ദേഹം. വലിയ കപ്പിത്താൻ അല്ലെങ്കിൽ വലിയ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. അടുത്ത ചോദ്യം, ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊക്ലമേഷൻ ആണ് പണ്ടാരപ്പാട്ട വിളംബരം. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് അത് ഡിക്ലെയർ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ, അനിഴം തിരുനാൾ, വിശാഖം തിരുനാൾ? ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ ബി ആയില്യം തിരുനാളാണ് ഉത്തരം. ഇദ്ദേഹത്തിന്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം വരുന്നത്. പണ്ടാരപ്പാട്ട വിളംബരം വന്ന വർഷം 1865 മറക്കരുത്, ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. 1865. പണ്ടാരവക എന്നാൽ സർക്കാരിന്റെ ഭൂമി അല്ലെങ്കിൽ രാജകീയമായി രാജാക്കന്മാരുടെ കയ്യിലുള്ള ഭൂമിയാണ് പണ്ടാരവക. ഈ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കുടിയാന്മാർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുകയാണ് ഈ വിളംബരത്തിലൂടെ ചെയ്തത്. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നും ഇത് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലെ പ്രശസ്ത സംഗീതജ്ഞനായ മേരുസ്വാമി അറിയപ്പെട്ടിരുന്നത് കോകില കാണ്ട. രണ്ടാമത്തെ പ്രസ്താവന ഇതാണ്. മോഹന കല്യാണി എന്ന രാഗം സൃഷ്ടിച്ചത് സ്വാതി തിരുനാളാണ്. മൂന്നാമത്തത്, ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നടത്തിയ സത്യപരീക്ഷ സ്വാതി തിരുനാൾ നിരോധിച്ചു. നാലാമത്തത്, ത്യാഗരാജസ്വാമികളുടെ ശിഷ്യനായ കണ്ണയ്യ ഭാഗവതർ സ്വാതി തിരുനാളിന്റെ കൊട്ടാരം പ്രമാണിയായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1, 2 കൂടാതെ 3 മാത്രം. ഓപ്ഷൻ ബി 2, 3 മാത്രം. ഓപ്ഷൻ സി 1, 3 മാത്രം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇതിനകത്ത് ഏത് കോഡാണ് കറക്റ്റ് എന്ന് നോക്കി ആൻസർ ചെയ്യാം. നമുക്ക് ആൻസറിലോട്ട് പോയാലോ? ആൻസർ ഡി, എല്ലാം ശരിയാണ് എന്നതാണ് കറക്റ്റ്. സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലെ പ്രശസ്ത സംഗീതജ്ഞനായ മേരുസ്വാമി അറിയപ്പെട്ടിരുന്ന കോകിലകാണ്ട എന്നാണ്. മോഹന കല്യാണി രാഗം കൊണ്ടുവന്ന സ്വാതി തിരുനാളാണ്. അതുപോലെ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ഇദ്ദേഹമാണ്. അതുപോലെ കണ്ണയ്യ ഭാഗവതർ ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പ്രമാണിയായിരുന്നു. വേറെ കുറച്ച് ഫാക്ടുകളും കൂടി നമുക്ക് സ്വാതി തിരുനാളിനെ കുറിച്ച് നോക്കാം. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നിങ്ങനെയൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സ്വാതി തിരുനാളാണ്. ആദ്യ സെൻസസ് നടത്തിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. 1836 ആദ്യ സെൻസസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവും ഇദ്ദേഹമാണ്. അപ്പൊ ഈ ഫാക്ട്സ് ഒന്ന് ഓർത്തിരിക്കുക. ശുചീന്ദ്രൻ കൈമുക്കിന്റെ കാര്യം വീണ്ടും ചോദിക്കുന്നതാണ്. റിപ്പീറ്റ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. താഴെ പറയുന്ന ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കോഡുകളിലൂടെ ഒന്ന് പോകാം. ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞത് എല്ലാം. ഓപ്ഷൻ ബി 1, 2 മാത്രം. ഓപ്ഷൻ സി 1, 2, 3 മാത്രം. ഓപ്ഷൻ ഡി 1, 2, 4 മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഫാക്റ്റുകൾ പഠിക്കുന്നതാണ്. ശുചീന്ദ്രൻ കൈമുക്കിന്റെ കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു സ്വാതി തിരുനാളിന്റെ കാലത്ത്. അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പതിവ് കണക്ക് എന്നാൽ തിരുവിതാംകൂറിലെ ആനുവൽ ബജറ്റ് ആണ്. ബജറ്റിനെയാണ് പതിവ് കണക്ക് എന്ന പേരിൽ മാർത്താണ്ഡവർമ്മ ആരംഭിക്കുന്നത്. എന്തായാലും നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ സി 1, 2, 3 ഇത് 3 മാത്രമാണ്. അടിമത്തം നിർത്തലാക്കുന്നത് റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ കാലത്താണ്. ഇവരാണ്
ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് നമ്മൾ പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം ഇങ്ങോട്ടുള്ളവരാണ് ആധുനിക തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ. അതിനകത്ത് ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായാണ്. അവരുടെ കാലത്താണ് അടിമത്തം നിരോധിക്കുന്നത്. ദേവദാസി സമ്പ്രദായമാണ് സേതു ലക്ഷ്മി ബായി തമ്പുരാട്ടിയുടെ കാലത്ത് നിരോധിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ സുബ്ബക്കുട്ടി അയ്യ, ഓപ്ഷൻ ബി അലഗിരി നായിഡു, ഓപ്ഷൻ സി ശിവാനന്ദൻ, ഓപ്ഷൻ ഡി വടിവേലു. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്നും അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇല്ലാതിരുന്ന വ്യക്തി ആരെന്നാണ് ചോദ്യം. വീഡിയോ പോസ് ചെയ്ത് വെച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ ബി അലഗിരി നായിഡു. അപ്പം അലഗിരി നായിഡു ആണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇല്ലാതിരുന്ന വ്യക്തി. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇത് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഭാഗമാണ്. തഞ്ചാവൂർ നാൽവർ. തഞ്ചാവൂർ നാൽവർ ആരൊക്കെയാണ്? പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ, വടിവേലു. അപ്പൊ ശിവാനന്ദനും വടിവേലും നമ്മുടെ ഓപ്ഷനിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പൊ തഞ്ചാവൂർ നാൽവർ, അല്ലെങ്കിൽ ഇവരറിയപ്പെട്ടിരുന്നത് തഞ്ചാവൂർ ക്വാർട്ടറ്റ് ബ്രദേഴ്സ് എന്നാണ്. അപ്പൊ ഇവരാണ് 4 പേര്, അവരുണ്ടായിരുന്നു. പിന്നീട് ത്യാഗരാജ ശിഷ്യൻ കണ്ണയ്യ ഭാഗവതർ, അനന്ത പത്മനാഭ ഗോസ്വാമി, ഷഡ്കാല ഗോവിന്ദമാര, നേരുസ്വാമി, പിന്നെ നമുക്ക് ഓപ്ഷൻസിലുള്ളവരെയും കൂടി ആഡ് ചെയ്യാം, സുബ്ബുക്കുട്ടി അയ്യ. ഇവരൊക്കെ മികച്ച കലാകാരന്മാരായിരുന്നു. ഇവരൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements. The legendary ruler Marthandavarma won a decisive victory against the Dutch, which was statement ആണ്. 1. The most fearsome military and colonial power of the time. 2. A quasi-government in Travancore. 3. A trading company. 4. The ruler of Kerala. ഈ ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുമ്പോൾ ഡച്ചുകാരുടെ അവസ്ഥ എന്താണ്, ഡച്ചുകാർ ആരായിരുന്നു എന്നുള്ളതാണ്. ഡച്ചുകാരുടെ സ്റ്റേറ്റസ് എന്തായിരുന്നു ഇതാണ്. അപ്പൊ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. ഓൺലി 2, ഓൺലി 1, ഓൺലി 2 and 3, ഓൺലി 4. ഇതാണ് 4 ഓപ്ഷൻസ് അവൈലബിൾ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എലിമിനേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡച്ചുകാരെ കുറിച്ച് പഠിക്കുന്ന, ബേസിക് ആയിട്ട് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിയായിരിക്കും അവരൊരു മിലിറ്ററി ആൻഡ് കൊളോണിയൽ പവർ ആണെന്നുള്ളത്. ആ ഒരു ടൈമിൽ പോർച്ചുഗീസുകാരെ പയ്യെ ഇറേസ് ചെയ്ത് ഡച്ചുകാർ പവർഫുൾ ആയിട്ട് വരുന്ന ടൈമാണ്. അപ്പോൾ മോസ്റ്റ് ഫിയേഴ്സം മിലിറ്ററി ആൻഡ് കൊളോണിയൽ പവർ ഓഫ് ദ ടൈം ആയിരുന്നു ഡച്ചുകാര്. ഒരു ക്വാസി ഗവൺമെന്റ് ഫോം ചെയ്തോ? ഇല്ല. അതായത് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ബി, ഓൺലി 1 തന്നെയാണ് ആൻസർ. സോ ദി ആൻസർ ഇസ് ഓൺലി 1. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ല. ഓക്കെ, അപ്പൊ ഇതിന് എലിമിനേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർത്താണ്ഡവർമ്മയുടെ കുളച്ചിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. 1. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുളച്ചിൽ യുദ്ധം. 2. അഞ്ചിക്കൈമൽ, അതായത് എറണാകുളം പ്രദേശം മാർത്ത വടക്കൻകൂരിൽ അധികാരം പിടിച്ചെടുക്കാൻ ഡച്ചുകാർ ആഗ്രഹിച്ചു. 3. ബറ്റാവിയയിൽ നിന്ന് ഡച്ചുകാർക്ക് ആവശ്യമായ സൈനിക സഹായം ലഭിച്ചു. 4. 1743 മെയ് 22 മാവേലിക്കരയിൽ വെച്ച് മാർത്താണ്ഡവർമ്മയും കമാൻഡർ റെനോകാസിർസും ചേർന്ന് സമഗ്രമായ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വസ്തുതകൾ. അപ്പൊ ഇതിനകത്ത് ശരിയാണോ തെറ്റാണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടില്ല. എന്നാലും ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ശരിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുളച്ചിൽ യുദ്ധം. ബാക്കി വരുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും ഇച്ചിരി ടഫർ സൈഡിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് കുളച്ചിൽ യുദ്ധത്തിനെ കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് അറിയാൻ സാധ്യതയുള്ളൂ. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കണക്കിലെടുക്കാം. ബാക്കി 2 എലിമിനേറ്റ് ചെയ്യാം. എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഗസ് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. നിങ്ങൾ ആൻസർ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് എന്നിട്ട് ആൻസറിലേക്ക് പോകാം. ഓക്കെ, ആൻസർ ഡി ആണ്. 1, 2, 4 എന്നിവ മാത്രമാണ് ശരി. 1, 2, 4 ശരിയാണ് എന്നാണ് പറയുന്നത്. തെറ്റായിട്ടുള്ളത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ബറ്റാവിയയിൽ നിന്ന് ഡച്ചുകാർക്ക് ആവശ്യമായി സൈനിക സഹായം ലഭിച്ചു എന്നുള്ളതാണ്.
ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ബറ്റാവിയ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിൽ, അതായത് ജക്കാർത്ത, ഇന്തോനേഷ്യയിൽ ഉള്ള സ്ഥലമാണ്. അപ്പം ഈ ഇന്തോനേഷ്യ ആയിരുന്നു ഡച്ചുകാരുടെ മെയിൻ ഏരിയ. അപ്പം ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് റീഇൻഫോഴ്സ്മെന്റ്സ് വേണമെന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബറ്റാവിയ, അതായത് ഇന്തോനേഷ്യയുടെ ഉള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് പല പ്രശ്നങ്ങളും അതുപോലെ സംഘർഷങ്ങളും കാരണം ബറ്റാവിയയിൽ നിന്നുള്ള സൈനിക സഹായം ഇവർക്ക് ലഭിച്ചില്ല, ഇങ്ങ് എത്തിയില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ സൈനിക സഹായം ലഭിച്ചു എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവർക്ക് മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ തോറ്റുകൊണ്ട് ഒരു ഇത് വന്നത്. അപ്പൊ സൈനിക സഹായം ലഭിച്ചില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോവാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുളകുമടിശീല കാര്യക്കാർ വാസ് എ ഡിഫൻസ് മിനിസ്റ്റർ, ബി കൊമേഴ്സ് മിനിസ്റ്റർ, സി ഹോം മിനിസ്റ്റർ, ഡി ദളവ. മുളകുമടിശീല കാര്യക്കാർ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. പ്രതിരോധമായിരുന്നോ, വാണിജ്യമായിരുന്നോ, ആഭ്യന്തരമായിരുന്നോ, ദളവയായിരുന്നു? ദളവ അതായത് പ്രധാനമന്ത്രി എന്നുള്ള ഒരു പോസ്റ്റാണ് ദളവ. അപ്പൊ ഇവരിൽ ആരായിരുന്നു മുളകുമടിശീല കാര്യക്കാർ എന്നുള്ളതാണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ ബി കൊമേഴ്സ് മിനിസ്റ്റർ ആണ്, അതായത് വാണിജ്യ മന്ത്രിയാണ്. തിരുവിതാംകൂറിന്റെ വ്യാപാരപാതകളുടെ മേൽനോട്ടം, അതുപോലെ കസ്റ്റംസ് തീരുവ, കപ്പം പിരിക്കല്, വാണിജ്യ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ മുളകുമടിശീല കാര്യക്കാർ എന്നുള്ള ഈ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഈ തസ്തികയ്ക്ക് മുളകുമടിശീലക്കാരിക്കാർ എന്ന പേര് പറയാൻ കാരണം തിരുവിതാംകൂറിന്റെ മെയിൻ എക്സ്പോർട്ട് ഐറ്റം എന്ന് പറയുന്നത് കുരുമുളക് അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനം അങ്ങനത്തെയാണ്. അതുകൊണ്ട് അത് രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് തന്നെ വളരെ ഒരു നിർണായകമായിട്ടുള്ള ഘടകമായിരുന്നു മുളക്. അപ്പം ഈ ഒരു കൊമേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് എന്നെ എന്ത് ചെയ്തു, മുളകുമടിശീലക്കാരിക്കാർ എന്ന് പേര് കൊടുക്കുകയാണ് ചെയ്തത്. സമുദ്ര വ്യാപാരത്തിന് ഇമ്പോർട്ടന്റ് ആയിരുന്നു പെപ്പർ, അതുകൊണ്ട് അത് ഡീൽ ചെയ്യുന്ന മിനിസ്റ്റർക്ക് മുളകുമടിശീലക്കാരിക്കാർ എന്ന് തന്നെ പേര് കൊടുത്തു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The Huzur Kacheri and the other public officer were shifted from Koilan to Trivandrum by A. Gauri Parvati Bai, B. Rani Gauri Lakshmi Bai, C. Swathi Tirunal, D. Uttram Tirunal Marthandavarma. അപ്പോൾ ക്വസ്റ്റ്യൻ ഹജൂർ കച്ചേരിയും അതുപോലുള്ള അതർ പബ്ലിക് ഓഫീസേഴ്സും ഒക്കെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ഒന്ന് നോക്കിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആൻസർ അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ആരാണ്? സ്വാതി തിരുനാളാണ്. ആൻസർ സി, സ്വാതി തിരുനാളാണ്. ഇദ്ദേഹമാണ് ഹജൂർ കച്ചേരിയും മറ്റും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. അടുത്ത ചോദ്യം. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്കെന്ന വാർഷിക ബജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? പതിവ് കണക്ക് നമ്മൾ നോക്കിയതാണ് മുമ്പൊരു ക്വസ്റ്റ്യനില്, എന്നാലും നമുക്ക് ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. എ. വീര ഉദയ മാർത്താണ്ഡവർമ്മ, ബി. രാമവർമ്മ, സി. മാർത്താണ്ഡവർമ്മ, ഡി. കാർത്തിക തിരുനാൾ രാമവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാർത്താണ്ഡവർമ്മ ഉണ്ട്, എയും സിയും ആണ് മാർത്താണ്ഡവർമ്മ. വീര ഉദയ മാർത്താണ്ഡവർമ്മയാണോ സി മാർത്താണ്ഡവർമ്മയാണോ എന്നുള്ളവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആ ഡേറ്റ് ആണ്. ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 13-14, അതായത് 1314 to 1344 വരെയുള്ള മാർത്താണ്ഡവർമ്മയും സി 1729 1758 ആണ്. അപ്പൊ ലൈക്ലി മോഡേൺ ട്രാവൻകൂറിലാണ് എന്ത് വരുന്നത്, വാർഷിക ബജറ്റും പതിവ് കണക്കും വരുന്നത്. മോഡേൺ ട്രാവൻകൂറിന്റെ ഡേറ്റുമായിട്ട് വരുന്ന സി മാർത്താണ്ഡവർമ്മയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ സി മാർത്താണ്ഡവർമ്മയുടെ മുന്നിലത്തെ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. അപ്പം 1729 മുതൽ 58 വരെ ഭരിച്ച സി മാർത്താണ്ഡവർമ്മയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഇദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി. ജന്മിത്ത ഭരണത്തിന് അവസാനമിട്ടു. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. അതായത് അദ്ദേഹത്തിന്റെ രാജ്യവും സ്വത്തുക്കളും എല്ലാം ശ്രീ പത്മനാഭസ്വാമിയുടെ തൃപ്പടികളിൽ വെച്ച് അദ്ദേഹത്തിന്റെ പത്മനാഭദാസനായിട്ടാണ് താൻ ഭരിക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതാണ് തൃപ്പടിദാനം ബേസിക്കലി. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ പ്രസിദ്ധനായിട്ടുള്ള മന്ത്രിയാണ് രാമയ്യൻ ദളവ. അതും കൂടി ഓർത്തു വെക്കുക. അദ്ദേഹവും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് രാമയ്യൻ ദളവ. അടുത്ത ക്വസ്റ്റ്യൻ. Insaf Kacheris for the dispensation of justice was established in Travancore in the 19th century. Who was responsible for such an important development in the judicial history of Travancore?
ആരാണ് ഇൻസാഫ് കച്ചേരികൾ കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ടി മാധവറാവു, ഓപ്ഷൻ ബി ഉമ്മിണിത്തമ്പി, ഓപ്ഷൻ സി രാജാ കേശവദാസ്, ഓപ്ഷൻ ഡി വേലുത്തമ്പി. ഇവരെല്ലാവരും തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോസ്റ്റിൽ ഇരുന്നവരാണ്. മാധവറാവു, ഉമ്മിണിത്തമ്പി, രാജാ കേശവദാസും വേലുത്തമ്പി തന്നെ. ഇവരൊക്കെ ദളവന്മാര് ആയിരുന്നു. ആരാണ് ഇത് കൊണ്ടുവന്നെന്നുള്ളതാണ്. നമുക്ക് ആൻസറിലേക്ക് മൂവ് ചെയ്താലോ. ഓപ്ഷൻ ബി ഉമ്മിണിത്തമ്പിയാണ്. ഈ 4 ദളവന്മാരും PSCക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ കുറച്ച് റിഫോംസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിപ്പോണം. നമുക്കിപ്പോ തൽക്കാലം ഉമ്മിണിത്തമ്പിയുടെ റിഫോംസ് നോക്കാം. തിരുവിതാംകൂറിൽ പോലീസ് സേന, കാവൽ സേന അവതരിപ്പിക്കുന്നു. അതുപോലെ ബാലരാമപുരം എന്ന നെയ്ത്തുകാരുടെ പട്ടണം സ്ഥാപിക്കുന്നു. അതുപോലെ വിഴിഞ്ഞം തുറമുഖം, വിജ്ഞാനപുരം എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് വിഴിഞ്ഞം തുറമുഖം വികസിപ്പിച്ചു. അപ്പൊ ഈ 4 റിഫോംസ് ആണ് ഉമ്മിണിത്തമ്പിയുടെ കീഴിലുള്ളത്. ഇൻസാഫ് കച്ചേരികൾ സ്ഥാപിക്കുന്നു, പോലീസ് സേന, അതുപോലെ ബാലരാമപുരം എന്ന പട്ടണം, പിന്നെ വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കുന്നതും ഇദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് വർഷമാണ് പണ്ടാരപ്പാട്ട് വിളംബരം വന്നത്? നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, എന്നാലും പറയൂ. അതെ, ഓപ്ഷൻ ബി 1865 വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡേറ്റ് ഓഫ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇഷ്യൂഡ് ബൈ ശ്രീ ചിത്തിര തിരുനാൾ ഈസ്. ഓപ്ഷൻ എ October 12, 1936, ഓപ്ഷൻ ബി November 12, 1936, ഓപ്ഷൻ സി August 12, 1936, ഓപ്ഷൻ ഡി December 12, 1936. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ ബി November 12, 1936 ആണ്. ഈ ഡേറ്റ് ഓർത്ത് വെച്ചേക്ക. ഈ ഒരു ഡേറ്റ് കുണ്ടറ വിളംബരത്തിന്റെ ഡേറ്റ്, പണ്ടാരപ്പാട്ട് വിളംബരത്തിന്റെ ഡേറ്റ്, പിന്നെ തൃപ്പടിദാനത്തിന്റെ ഡേറ്റ്, ഈ ഒരു 4 ഡേറ്റ്സ് ഉണ്ട്. ഈ ഡേറ്റ്സ് ആണ് ഈ ഒരു ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഡേറ്റ്സ്. അപ്പം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഒരു വലിയ ടോപ്പിക്കാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ശ്രീ ചിത്തിര തിരുനാളാണ് അത് പുറപ്പെടുവിക്കുന്നത്. അതുപോലെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശത്തിനുള്ള ജാതി അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കി. ജാതി അടിസ്ഥാനത്തിലുള്ള വ്യത്യാസം, ഡിസ്ക്രിമിനേഷൻ വാസ് പ്രൊഹിബിറ്റഡ് ഫ്രം നൗ ഓൺ. ഇത് എഴുതി തയ്യാറാക്കുന്നത് ഉള്ളൂരാണ്. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മാർത്താണ്ഡവർമ്മ, പിന്നെ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നോക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. 2. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. 3. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവകം എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ഇത് 4 നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പം ആൻസർ നോക്കാം. ആൻസർ ബി ആണ്. 1, 2, 3, 4 ശരിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പം മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമ്മൾ കുറെ ഫാക്ട്സ് ഇതിനോടകം നോക്കി. അതൊന്ന് റിവൈസ് ചെയ്യുക. ചിത്തിര തിരുനാളിന്റെ ഡേറ്റ്സ് നോക്കുക. സ്വാതി തിരുനാൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ കൂടുതലും ഡിഗ്രി PSC ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഈ സ്ലൈഡ് ഞാൻ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കാം. അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.